ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മളിപ്പോൾ 3ാമത്തെ ഹെഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സാലറിയുടെ ഇൻകം ഫ്രം സാലറി കംപ്ലീറ്റ് ചെയ്തു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 5 ഹെഡ്സിൽ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ഹെഡായിട്ട് പറയുന്നതാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമോ അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ഭാഗമായി വരുന്ന ഒരു ഗെയിനോ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് നമ്മൾ എടുക്കണം, എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ നമ്മൾ അറിയണം. കാരണം ബിസിനസ് എന്നുള്ള പ്രോഫിറ്റും പ്രൊഫഷനിലെ ഗെയിനും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ വാട്ട് ഈസ് ബിസിനസ് ഓർ വാട്ട് ഈസ് പ്രൊഫഷൻ എന്ന് അറിയണം. അപ്പോൾ ഇതിൽ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു സെക്ഷൻ ഡീൽ ചെയ്യുന്നതിന് 28 മുതൽ 44D ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 28 മുതൽ 44D വരെയുള്ള സെക്ഷനാണ് ഈ ഒരു ഹെഡ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയും കൊടുക്കുകയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ ഓർ എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. അതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, മാനുഫാക്ചറിങ്, ഏതെങ്കിലും തരത്തിലൊരു അഡ്വഞ്ചറോ അല്ലെങ്കിൽ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രേഡിൻ്റെ ഭാഗമായി വരുന്നതോ അതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസറി ദാറ്റ് ദർ ഷുഡ് ബി എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഇൻ ദ നേച്ചർ ഓഫ് ബിസിനസ്. ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ നേച്ചറിൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും ആവശ്യമില്ല. ഇറ്റ് നീഡ് നോട്ട് ബി ക്യാരിഡ് ഓൺ പെർമനൻ്റ്ലി. അത് പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു ആവണമെന്നും നിർബന്ധമില്ല. പ്രോഫിറ്റ് ഓൺ ഐസൊലേറ്റഡ് ഓർ ഒക്കേഷണൽ ട്രാൻസാക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇഫ് ഇറ്റ് ഈസ് ക്യാരിഡ് വിത്ത് എ പ്രോഫിറ്റ് മോട്ടീവ്. ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ ലാഭം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും തന്നെ ബിസിനസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിൽ പ്രോഫിറ്റ് ഓൺ ഐസൊലേറ്റഡ് ആവാം, ഒക്കേഷണൽ ട്രാൻസാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻ ആവാം. എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷൻ എന്തിനാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഇൻ്റലക്ച്വൽ ഓർ മാനുവൽ സ്കിൽ. പ്രൊഫഷനിലേക്ക് വരുമ്പം അവിടെ വരുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഏതൊക്കെയാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്, ആരൊക്കെയാണ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്, അല്ലേ, അങ്ങനെ ഓരോ വിഭാഗങ്ങളും അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അക്വയർ ചെയ്ത ആളുകളാണ്. അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് ഏതെങ്കിലും സ്കിൽ അക്വയർ ചെയ്ത ആളുകളാണ്. ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ, ലോയർ, ഓഡിറ്റർ, എൻജിനീയർ, ആർക്കിടെക്റ്റ്. അപ്പോൾ ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഒരു മാനുവൽ സ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് വൊക്കേഷൻസ്, കൈത്തൊഴിൽ മേഖലയും ഇതിൽ വരുന്നുണ്ട്. വൊക്കേഷൻ മീൻസ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോംഡ് ഇൻ ഓർഡർ ടു ഏൺ ലൈവ്ലിഹുഡ്. കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് കൈത്തൊഴിൽ, ഒരു ചെറിയ ഉപജീവന മാർഗം. ലൈവ്ലിഹുഡ് എക്സാമ്പിൾസ് ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് ഏജൻറ്റ്സ്, സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ, ഡാൻസേഴ്സ്, മ്യൂസിഷ്യൻസ്, പെയിൻറ്റേഴ്സ്, ഇവരെല്ലാം ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഏൺ ചെയ്യുന്ന ആൾ. ഇതൊക്കെയാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. ഓൾ ഇൻകം ഫ്രം പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ ആർ അസസ്ഡ് അണ്ടർ ദിസ് ഹെഡ്. അപ്പോൾ ഒരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകമോ അതല്ലെങ്കിൽ വൊക്കേഷൻ്റെ ഭാഗമായി കിട്ടുന്ന ഇൻകം ഒക്കെ വരുന്നത് ഈ ഒരു ഹെഡിലാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കണം പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി ഇതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 28 ദ ഫോളോയിങ് ഇൻകംസ് ആർ അസസ്ഡ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫസ്റ്റ് വൺ, ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇനി ഈ ബിസിനസ് എന്നാണെങ്കിലും പ്രൊഫഷൻ എന്നാണെങ്കിലും കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ അവിടെ നടത്തിയൊരു ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഇൻകം
ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ, എന്തെങ്കിലും തരത്തിലൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ അത് കോമ്പൻസേഷൻ ഡ്യൂ ആവുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുക. എങ്ങനെ? എനി പേഴ്സൺ മാനേജിങ് ദ ഹോൾ ഓർ സബ്സ്റ്റാൻഷ്യലി ദ ഹോൾ ഓഫ് ദ അഫയേഴ്സ് ഓഫ് എൻ ഇന്ത്യൻ കമ്പനി in connection with the termination of his management or the modification of terms and conditions relating thereto. ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുകയും അവർ ടെർമിനേറ്റ് ചെയ്യുക, അതിൽ നിന്ന് പുറത്തു വരുന്നൊരവസ്ഥ. ഇനി മാനേജിങ് ദ ഹോൾ സബ്സ്റ്റാൻഷ്യലി ദ ഹോൾ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് വരുന്നൊരവസ്ഥയിൽ അയാൾക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ കോമ്പൻസേഷൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ടേംസോ കണ്ടീഷൻസോ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നൊരു കോമ്പൻസേഷനോ അത് റിസീവ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ എനി പേഴ്സൺ മാനേജിങ് ദ ഹോൾ ഓർ സബ്സ്റ്റാൻഷ്യലി ദ ഹോൾ ഓഫ് ദ അഫയേഴ്സ് ഇൻ ഇന്ത്യ ഓഫ് എനി അതർ കമ്പനി ഇൻ കണക്ഷൻ വിത്ത് ദ ടെർമിനേഷൻ ഓഫ് ഹിസ് ഓഫീസ് ഓർ ദ മോഡിഫിക്കേഷൻ. സെയിം തന്നെയാണ് അവിടെ ഓഫീസ് ഹോൾഡിങ് ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് നിയമനം കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പം ആ കാലാവധി പൂർത്തിയായി വരുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു കോമ്പൻസേഷൻ ആവാം. എനി പേഴ്സൺ ഹോൾഡിങ് എൻ ഏജൻസി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഒരു ഏജൻസിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുക. റിലേറ്റിംഗ് ദ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനി പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദ ടെർമിനേഷൻ ഓഫ് ഏജൻസി, ആ ഒരു ഏജൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയും അത് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി പൂർത്തിയാവുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് നിർത്തുകയും അല്ലെങ്കിൽ എൻ്റെ മോഡിഫിക്കേഷൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതും ഒരു കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വെസ്റ്റിംഗ് ഇൻ ദ ഗവൺമെൻറ് ഓർ ഇൻ എനി കോർപ്പറേഷൻ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്, ഗവൺമെൻറ്റിനാൽ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനിയോ തന്നെ നിയമപ്രകാരം വരികയോ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ അതിൻ്റെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലെല്ലാം ഇതിൻ്റെ ഒരു പ്രോഫിറ്റോ ഗെയിൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓൺ ക്യാൻസലേഷൻ ഓഫ് കൺസൾട്ടൻസി എഗ്രിമെൻറ്റ്, ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി എഗ്രിമെൻ്റ് ഭാഗമായിട്ട് വർക്ക് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ റിസീവ് ചെയ്യുക, അതിന് നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ് എന്നാണ് പറയുക. ആൻഡ് ഹെൻസ് നോട്ട് അസസബിൾ അണ്ടർ ദിസ് സെക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു വരുമാനം വരുന്ന സമയത്ത് ഈ ഒരു സെക്ഷനിലല്ല അത് ഡീൽ ചെയ്യുക, അത് ക്യാപിറ്റൽ റെസീറ്റ് ആവുകയും അത് വേറൊരു സെക്ഷനിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഓഫ് എ ട്രേഡ് പ്രൊഫഷണൽ. ഇനി ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ട്രേഡിൽ നിന്നുള്ള ഇൻകം, പ്രൊഫഷണൽ, സിമിലർ അസോസിയേഷൻ ഒക്കെ വരുന്ന സ്പെസിഫിക് സർവീസ് അതിൻ്റെ മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഏണിങ്സ് ആവാം. അല്ലെങ്കിൽ സെയിൽ ഓഫ് എ ലൈസൻസ് ഗ്രാൻറ്റഡ് അണ്ടർ ദ ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ 1955 ഇമ്പോർട്ട്സ് കൺട്രോൾ ഓർഡർ പ്രകാരം എന്തെങ്കിലും ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് സെയിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കിട്ടുന്ന പ്രോഫിറ്റുകൾ. പിന്നെ ക്യാഷ് അസിസ്റ്റൻസ് റിസീവ് ചെയ്യാം. ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം പ്രകാരം എക്സ്പോർട്സിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ അതെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഭാഗമാണ്. റീപേയ്മെൻറ്റ് ഓഫ് എനി കസ്റ്റംസ് ഓർ എക്സൈസ് ഡ്യൂട്ടി ടു എനി പേഴ്സൺ അഗെയിൻസ്റ്റ് എക്സ്പോർട്സ്, എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എക്സൈസ് ഡ്യൂട്ടിയുടെ ഒക്കെ റീപേയ്മെൻറ്റ് കിട്ടുക. അതേപോലെ തന്നെ എനി പ്രോഫിറ്റ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻടൈറ്റിൽ ടു പാസ്ബുക്ക് സ്കീമോ അല്ലെങ്കിൽ ബീങ് ഡ്യൂട്ടി റെമിഷൻ സ്കീമോ അങ്ങനെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി പ്രകാരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കീമിലത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാം. അതേപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ റീപ്ലെനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയെ ബന്ധപ്പെട്ട് വരുന്ന എന്തൊരു ഏർണിങ്സും ഇൻകവും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്വിസിറ്റ് വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട് അറൈസിങ് ഫ്രം ബിസിനസ്സിൽ നിന്ന് അറൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വാല്യൂവിനെയും ഒരു ബെനിഫിറ്റിനെയൊക്കെ ഇതിൻ്റെ ഒരു, അതായത് അവർ കൊടുക്കുന്ന സർവീസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീ അക്കോമഡേഷനോ അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ വിൽ ബി അസസബിൾ ആണ്. അസസിയുടെ ഈ ഒരു ഹെഡ് പ്രകാരം അസസിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾക്കത് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ അസസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ ഡ്യൂ ടു റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഓഫ് എ ഫേം, ഒരു ഫേമിലെ പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ പ്രോഫിറ്റ്സ് ഓഫ് സച്ച് ഫേം, ആ ഫേമിൻ്റെ പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെല്ലാം ഡിഡക്ഷൻസ് അനുവദിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 11ാമത്തെ പോയിന്റിൽ ഇൻകം ഫ്രം
സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ, എന്തെങ്കിലും നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുക, പിന്നെ എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിങ് ബോണസ്, അതായത് ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിൻ്റെ ഉടമ അവിടുത്തെ എംപ്ലോയീസിൻ്റെ മുകളിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഹെഡിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് 14ാമത്തെ പോയിന്റിൽ പറയുന്നത് എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ് അണ്ടർ ദ അഗ്രിമെന്റ് ഫോർ. ഇനി താഴെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഹെഡിലാണ് കാണിക്കുക. അതായത് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ്, ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ നോട്ട് ഷെയറിങ് എനി നോ ഹൗ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസി ഓർ എനി അതർ ബിസിനസ് ഓർ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഓഫ് സിമിലർ നേച്ചർ or information or technique likely to assist manufacturer processing of goods or provision of service. ഏതെങ്കിലും സർവീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, എന്തെങ്കിലും ഗുഡ്സ് പ്രോസസ്സ് ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ടെക്നിക്സോ അല്ലെങ്കിൽ ചില ഇൻഫർമേഷനോ അതെല്ലാം നമ്മൾ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്, ആ ഒരു ബിസിനസ്സിൽ നിലനിർത്താനുള്ള കൊമേഴ്ഷ്യൽ റൈറ്റിൻ്റെ ഭാഗമായിട്ട്, കൊമേഴ്ഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് ആവാം, ട്രേഡ് മാർക്ക് ആവാം, കോപ്പിറൈറ്റ് ആവാം, പേറ്റന്റ് ആവാം, നോ ഹൗ ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒക്കെ ഒരു ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹെഡിലാണ് നമ്മളത് കാണിക്കുന്നത്. ഇനി 15ാമത്തെ പോയിന്റ് പറയുന്നത് എനി സം വെദർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഇൻ അക്കൗണ്ട് ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ്. അതായത് നമുക്ക് ലാൻഡ്, ഗുഡ് വില്ല് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലാതെ വരുന്ന ഏതെങ്കിലും ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ക്യാഷ് റിസീവ് ചെയ്യാം. ലാൻഡ്, ഗുഡ് വില്ല്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അതല്ലാതെ. ബീങ് ഡെമോളിഷ്ഡ്, അത് അടിച്ച് തകർക്കുക അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്, ഡിസ്കാർഡഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇഫ് ദ ഹോൾ ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് ക്യാപിറ്റൽ അസറ്റ് ഹാസ് ബീൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. 35 AD പ്രകാരം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്യാപിറ്റൽ അസറ്റിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിഡക്ഷനും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഹെഡിൽ വരുന്നതായിരിക്കും. ഇവിടെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻ വിച്ച് കോൺട്രാക്ട് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എ കമോഡിറ്റി, കമോഡിറ്റി പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ, അതായത് സ്റ്റോക്ക്, ഷെയർ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ആൻഡ് ഷെയർ സെറ്റിൽഡ് അതർവൈസ് ദാൻ ബൈ ദ ആക്ച്വൽ ഡെലിവറി ഓർ ട്രാൻസ്ഫർ ഓഫ് ദ കമോഡിറ്റീസ് ഓർ സ്ക്രിപ്റ്റ്സോ അല്ലെങ്കിൽ കമോഡിറ്റീസോ ട്രാൻസ്ഫർ ചെയ്യുകയോ ഡെലിവറി ചെയ്യുന്നത് അല്ലാതെ തന്നെ അത് വാങ്ങുക, വിൽക്കുക, അതിൻ്റെ സെറ്റിൽമെൻറ്റുകൾ ചെയ്യുക, അതൊക്കെയാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അവിടെ നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് ബിസിനസ് എന്ന് അറിയണം, എന്താണ് പ്രൊഫഷൻ എന്നറിയണം. ഇനി ഇത് രണ്ടിൽ നിന്നും കിട്ടുന്ന ഈ പ്രോഫിറ്റോ ഗെയിനോ നമുക്ക് ഈ ഒരു ഹെഡ് പ്രകാരം കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോയിൽ ജസ്റ്റ് ഇത്രയൊരു 3 പോയിന്റുകൾ മാത്രമാണ്, അതായത് പ്രോഫിറ്റ്, പ്രൊഫഷൻ, ബിസിനസ്, പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്